ഒരു മിഷണറി കുടുംബത്തിന്റെ ഒരു സംഭവ കഥയാണ്. ഒരു പിതാവും മാതാവും ഒരു പെൺകുട്ടിയും അടങ്ങിയ ഒരു കുടുംബം. അവരെല്ലാവരും തന്നെ മിഷണറി വേലയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭവനത്തിന്റെ നാഥൻ, ആ മിഷണറി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തന്റെ പിതാവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ പെൺകുട്ടി സുവിശേഷ വേല ചെയ്യുകയാണ്. ആഫ്രിക്കയിൽ നടന്നൊരു സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി സുവിശേഷ വേല ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ അവൾക്ക് ഒരു തലതിറക്കമുണ്ടായി. അവൾ തളർന്ന് വീഴുവാനായിട്ട് ഇടയായി. ഒരു പാവപ്പെട്ട കുടുംബം. ആ കുടുംബത്തിൽ അവിടെ അമ്മയുണ്ട്, അവളുണ്ട്. എന്നാൽ അവൾക്ക് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. അവരിങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ആ സഹോദരി കട്ടിലിൽ കിടക്കുമ്പോൾ അവൾക്ക് ദൈവത്തോട് യാതൊരു പരാതിയുമില്ല. ഹല്ലേലൂയ! അവർക്ക് ദൈവത്തോട് യാതൊരു പരാതിയുമില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൾ ക്രിസ്തുവിനെ അവളുടെ ഹൃദയത്തിൽ അവൾ സ്വീകരിച്ചതുകൊണ്ട്, ക്രിസ്തു വരുമ്പോൾ എന്നെ ചേർക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് അവൾക്ക് യാതൊരു പരാതിയുമില്ല. എന്നാൽ ഇവരെ കുറിച്ച് ആ മിഷൻ സംഘടന കേട്ടപ്പോൾ അവരിൽ ചിലർ ഭവനത്തിൽ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായിട്ട് വന്നു. അവർ കടന്നു ചെന്നപ്പോൾ അമ്മ താമസിക്കുന്ന, അമ്മ കിടക്കുന്ന റൂമില് അല്പം വെട്ടമുണ്ട്. എന്നാൽ മകളുടെ മുറിയിൽ ഒരല്പം പോലും പ്രകാശമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് പ്രകാശം ഇഷ്ടമില്ല. അവരവിടെ കിടന്നു ചെന്നു. അല്പം പ്രകാശം ആ മാതാവ് തെളിച്ചു. അവരവിടെ കിടന്നു ചെന്നപ്പോ ആ മകളോട് ചോദിച്ചു, മോളെ നീ ദൈവത്തിന്റെ വേല ചെയ്തതാണല്ലോ, കർത്താവ് വരുമ്പോൾ നിന്നെ ചേർക്കുമല്ലോ, അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നീ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ് നിന്റെ വീട്ടില്, നിന്റെ മുറിയില് നീ പ്രകാശം ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ഉടനെ അവള് പറഞ്ഞു, എന്റെ കർത്താവിന്റെ പ്രകാശകിരണങ്ങൾ എന്നെ എപ്പോഴും ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അതിനുള്ളിൽ ലോകത്തിന്റെ പ്രകാശം ഒന്നുമില്ല. എന്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് അവന്റെ പ്രകാശകിരണങ്ങൾ 24 മണിക്കൂറും എല്ലാ മണിക്കൂറുകളിലും എന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കൊന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അരുമനാഥൻ എന്നെ വിളിക്കൂ. എന്റെ കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ ഞാൻ ചാർക്കപ്പെടുമെന്ന് പറഞ്ഞു. അവരെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് കടന്നുപോയി. അവർക്ക് വേണ്ടി ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മരണസമയത്ത് നമ്മൾ വിശ്വസിച്ച ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രകാശകിരണങ്ങൾ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായും. എന്താണെന്ന് എന്നെ എന്റെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. അവൻ കൈവിടുന്നവരല്ല. അവൻ ഒരിക്കലും എന്നെ അവന്റെ സന്നിധിയിലും തള്ളിക്കളയുന്നവരല്ല. ദാവീദിനെ പോലെ നമുക്കും പറയുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചകളായി നിങ്ങൾ പലരും കടന്നു വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഒന്നുകൂടെ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു 6 കിരീടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കിരീടം ജീവന്റെ കിരീടമാ. രണ്ടാമത്തെ കിരീടം നീതിയുടെ കിരീടമാ. മൂന്നാമത്തെ കിരീടം വാടാത്ത കിരീടമാ. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. നാലാമത്തെ കിരീടം പ്രശംസാ കിരീടമാ. അഞ്ചാമത്തെ കിരീടം തേജസ്സിന്റെ കിരീടമാ. ആറാമത്തെ കിരീടം ദൈവത്തിന് സ്തോത്രം പൊൻകിരീടമാ. ഇതുകൂടാതെ ഇതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും ഇതുകൂടാതെ നമുക്ക് ലഭിക്കുന്ന 3 അനുഭവങ്ങളുണ്ട്. ഒന്ന്, ശോഭയേറിയ അവസ്ഥ. ഒന്നുകിൽ കിരീടങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും നമുക്ക് സ്വർഗത്തിൽ ശോഭയേറിയ അവസ്ഥ ലഭിക്കും. 2, വലിയവനെന്ന സ്ഥാനം നമുക്ക് ലഭിക്കും. 3, ജയാളിക്ക് തന്റെ സിംഹാസനം ലഭിക്കും. ഞാൻ അതിനു മുൻപായിട്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പുനരുത്ഥാന ശരീരത്തെ കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചിട്ട് ആ 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ, കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന് പറയുന്ന പേര് പുനരുത്ഥാന ശരീരമെന്ന. ഇനിയും കർത്താവിന്റെ വരവെങ്കല് അല്ലെങ്കിൽ അവന്റെ റാപ്ചറില് അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സകല പ്രിയപ്പെട്ടവരും അവര് പുനരുത്ഥാന ശരീരത്തിലാണ്. ദൈവത്തിന് സ്തോത്രം.
മധ്യാകാശത്ത് കർത്താവിനെ എതിരേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ മധ്യാകാശത്ത് നമ്മളെ അവനെ എതിരേൽക്കുമ്പോൾ ഏഴുവിധ മഹത്വമുള്ള ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ഈ ഭൂമിയിലെ നമ്മുടെ ശരീരം അത് ദ്രവത്വമുള്ളതാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, പുനരുത്ഥാന ശരീരം അത് തേജസ്സുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭൂമിയിലെ ശരീരം അപമാനമുള്ളതാണ്. പാപനിമിത്തം നമ്മൾ അപമാനിക്കപ്പെടുവാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ശരീരം. എന്നാൽ നമ്മൾ ആ ശരീരത്തിന് രണ്ടാമത്തെ പ്രത്യേകത അത് ഞാൻ ഒന്നാമത് പറഞ്ഞു ദ്രവത്വമുള്ളതാണ്. നമുക്ക് പിന്നെ ലഭിക്കുന്ന ശരീരം അദ്രവത്വമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദ്രവത്വമില്ലാത്തതാണ്. രണ്ടാമത്തെ ശരീരം അപമാനമുള്ളതാണ്, അത് തേജസ്സുള്ള ശരീരമാണ്. മൂന്നാമത്തെ ശരീരം ബലഹീനതയുള്ളതാ. ഇല്ലേ? ആരെങ്കിലും ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ടാൽ പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചു പോകും, ഇല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്നാ? അത് ബലഹീനമായ ശരീരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആത്മാവിന്റെ ശക്തി. ഏലിയാവ് ചോദിച്ചു, എലീശ ചോദിച്ചു, ഏലിയാവ് എന്റെ പ്രവാചകനായിരുന്ന, എന്റെ ഗുരുവായിരുന്ന പ്രവാചകന്റെ ഇരട്ടി ശക്തി, എന്നാലേ മുൻപോട്ട് അവർ പ്രതീക്ഷിക്കുന്ന സ്വർഗരാജ്യത്തിൽ എത്തത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ബലഹീനമായ ശരീരമാണെങ്കിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ശക്തിയുള്ള ശരീരം ലഭിച്ചത് സ്തോത്രം പറഞ്ഞാട്ട്. ബലഹീനം അത് രൂപാന്തരപ്പെടുമ്പോൾ അഥവാ പുനരുത്ഥാന ശരീരം അത് ശക്തിയുള്ളതാണ്. അത് വലിയൊരു പ്രസംഗ വിഷയമാണ്. എങ്കിലും ദൈവാത്മാവ് ഇന്നലെ രാത്രി ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുക. മൂന്നാമത് അത് പ്രാകൃതമായതാ, അത് മണ്ണിൽ നിന്നെടുക്കപ്പെട്ടതാണ്. എന്നാൽ നാലാമത്തെ ശരീരം ആത്മീയമായതാ. ഹല്ലേലൂയ. അത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തത്, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയൂ. അവിടെ ദുഃഖവും മുറവിളിയുമില്ല, അവിടെ സന്തോഷം മാത്രമുള്ളതാ. അതുകൊണ്ടാണ് ആത്മീയ ശരീരത്തിന്റെ പ്രത്യേകത. എന്നിട്ട് അഞ്ചാമത് പറയുക, അത് മൺമയമായതാണ്. എന്നാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പുനരുത്ഥാന ശരീരം സ്വർഗീയമായതാണ്. ആറാമത് പറയുകയാണ്, ഇത് ക്ഷയമുള്ളതാ. അല്ലേ? അതുകൊണ്ടാണ് ധനവാനൻ ലാസർ മരിച്ചപ്പോൾ നമ്മൾ മനസ്സിലായി, ഒരിക്കലും ഭൂമിയിൽ ജീവിച്ച് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാരണവശാലും പിന്നെ ഒരു ചാൻസ് ഇല്ല. ആരെല്ലാം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, ആരെല്ലാം നമുക്ക് വേണ്ടി കരഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ ഒരു ചാൻസ് ഇല്ല എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം ക്ഷയമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ലാസറിന്റെയും ധനവാന്റെയും കഥ പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചിന്തിക്കുകയാണ്, ലാസറും ധനവാനും മരിച്ചുപോയി. എന്നാൽ ധനവാൻ എന്തുകൊണ്ടാണ് യാതനാ സ്ഥലത്തേക്ക് പോയെന്നറിയാമോ? ധനവാൻ മാനസാന്തരപ്പെട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ധനവാൻ പറയുന്നത്, ഒരു ഉപകാരം ചെയ്യാമോ? ഈ ലാസറിനെ എവിടേക്ക് അയക്കണം? രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, അവന് വെള്ളം കൊടുക്കണം. അത് സാധ്യമല്ലെന്ന് പറഞ്ഞത് രണ്ടും രണ്ട് സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ മാത്രമേ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുകയുള്ളൂ എന്ന് വേദപുസ്തകം വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തുക. അതുകൊണ്ട് ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാദിവസം. രണ്ടാമത് പറയുക, അത് സാധ്യമല്ല. ഞാൻ യാതനാ സ്ഥലത്ത് തന്നെയാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ ലാസറിനെ എവിടേക്ക് പറഞ്ഞു വിട്ടത്? ഇത് ലാസറിന്റെ സാക്ഷ്യം പറയുമ്പോൾ, ഞാൻ യാതനാ സ്ഥലത്തിരിക്കുന്നത് എന്നെ കണ്ടു എന്ന് പറയുമ്പോൾ അവൻ മാനസാന്തരപ്പെടുമല്ലോ. അപ്പൊ മനസ്സിലായല്ലോ, അവൻ മാനസാന്തരപ്പെട്ടില്ല. അവൻ തന്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടാത്തവരാ, അവരും മാനസാന്തരപ്പെടുമല്ലോ എന്ന് കരുതിയ അവൻ മരിച്ചുപോയി യാതനാ സ്ഥലത്ത് കിടന്നവന് അവരാരും ആഗ്രഹിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ആരും യാതനാ സ്ഥലത്ത് വരാൻ സ്വന്തം പറയാണ്ട് സ്വന്തം പറയാം. എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുക, അഞ്ചാമത് അത് മൺമയമാണെങ്കിൽ അത് സ്വർഗീയമാണ്. ആര് ക്ഷയമുള്ളതാണെങ്കിൽ അത് അക്ഷയമായതാ. ക്ഷയമുള്ളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭൂമിയിൽ ദ്രവിച്ചു പോകുന്നതാ. എന്നാൽ അക്ഷയമാണ്. ഒരിക്കലും യുഗായുഗങ്ങളോളം സ്വർഗസന്നിധിയിൽ വാഴുകയാ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഏഴാമതായിട്ട് പറയുകയാണ് മധ്യമായതാണ് എന്ന് പറഞ്ഞാൽ അത് മരണമുള്ളതാണ്.
സ്വന്തം പറയാണ്ട് ഈ ശരീരം എന്നുള്ളതാ, ഒരു മരണമുള്ളതാ. എന്നാ ചിലർക്ക് ഭാഗ്യം ലഭിക്കും, മരണം കൂടാതെ ചിലർ എടുക്കപ്പെടും. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാർ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, മരണം കൂടാതെ ജീവനോടിരിക്കുന്ന അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ഉള്ളവർ അവരെ എടുക്കപ്പെടും. നമ്മളൊരു കാര്യം എപ്പോഴും ഓർത്തോണം. എന്താ നമ്മൾ ഓർക്കേണ്ടതെന്നറിയാമോ? എപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർത്തോണം. ആമേൻ, ഈ മരണത്തിന് മുമ്പ് എൻ്റെ യേശുവിനെ എനിക്ക് അനുധാവനം ചെയ്യുവാൻ, അവനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കഴിയുന്നത് എവിടെയാണെന്നറിയാമോ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. യുഗായുഗങ്ങളോളം സ്വർഗത്തിൽ ദൈവജനം വാഴുമ്പോൾ, ആമേൻ, യാതനാ സ്ഥലത്ത് യുഗായുഗങ്ങളോളം അവർ വാഴുകയാ. പിന്നെ ഒരു ചേഞ്ച് ഇല്ല. യേശു തന്നെ പറഞ്ഞു പോലെ. എന്നിട്ടും വിശ്വസിക്കാതിരിക്കുന്നെങ്കിൽ അയ്യോ കഷ്ടമെന്നല്ലാതെ എന്തോ പറയാനാ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാ. അപ്പം മർത്യമായ ഒരു ശരീരമാണ് നമുക്കുള്ളത്. ഇത് മരണമുള്ളതാണ്, എന്നാൽ ഇത് അമർത്യമായതാണ്. ഇത് മരണമില്ലാത്തൊരു ശരീരമാ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചതിന്റെ ബാക്കി ഭാഗത്തേക്ക് കടന്നു വന്ന് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുക. ആമേൻ, അങ്ങനെയാണെങ്കിൽ വലിയവൻ എന്ന സ്ഥാനം നമുക്ക് ലഭിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നും അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാകുമെന്ന് വിളിക്കപ്പെടും. ഉണ്ടോ? ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ, നമുക്കറിയാം 10 കൽപ്പനകളാ പഴയ നിയമ ഭക്തന്മാർ കൊടുത്തത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു 2 കൽപ്പനകൾ. ആ 10 കൽപ്പനകൾ 2ആയിട്ട് ചുരുക്കിത്തത്. ഒന്ന്, ആമേൻ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവമായ യഹോവയെ എന്ത് ചെയ്യണം? അവനെ സ്തുതിക്കണം. രണ്ടാമത് പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഈ 2 കൽപ്പനകളിലെല്ലാം ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 കൽപ്പനകൾ നമ്മൾ ആചരിച്ചു കഴിയുമ്പോൾ പാപം കൂടാതെ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം പരിശുദ്ധാത്മാവിനാൽ കൃപ നൽകും. അപ്പൊ ഇവിടെ പറയുകയാണ്, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. ആമേൻ. എന്നാ കാര്യമെന്ന് പറയാൻ കാര്യമെന്ന് അറിയാമോ? പൗലോസ്ലീഹ ആമേൻ തന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല എന്നാ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിന്റെ ഒരു വാക്കോ പുള്ളിയോ മാറ്റാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയെങ്കിലും അവൻ സ്വർഗത്തിൽ ഇല്ലെന്നല്ല പറഞ്ഞത്. അവൻ സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും. ഒത്തിരി ശുശ്രൂഷ ചെയ്തതായിരിക്കും, ഒത്തിരി വർഷം പ്രസംഗിച്ചതായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചപ്പം നമ്മള് സെപ്റ്റംബർ, അതായത് 1993 സെപ്റ്റംബർ 17-ാം തീയതി ഈ ശുശ്രൂഷ ആരംഭിച്ചത്. അപ്പൊ ഞാൻ ഓർത്തു, ഈ സെപ്റ്റംബർ 17-ാം തീയതി വരുമ്പോൾ 6 മാസം കഴിയുമ്പോൾ നമ്മൾ 32 വർഷം ഈ കൂട്ടായ്മ പിന്നിടുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അറിയാതെ കരഞ്ഞു. കർത്താവേ, യാതൊരു യോഗ്യതയുമില്ല, യാതൊന്നും ആമേൻ ഒരു മേന്മയും പറയാനില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നുവെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആമേൻ, ഞാൻ അന്നേരം പറഞ്ഞു, ദൈവമേ, എന്തെങ്കിലും ആമേൻ ദൈവവചനത്തിൽ നിന്ന് ആമേൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിച്ചു. എന്റെ അറിവിൽ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാനായിട്ട് ഇടയായിച്ചു. എന്നിട്ട് പറയുകയാണ് ഏറ്റവും ചെറിയവനായിത്തീരും എന്ന് പറയാ. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. സ്വർഗരാജ്യത്തിൽ അവിടെ പറയുകയാണ്, പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കണം. എന്ത് ചെയ്യണം? ഒന്ന് ആചരിക്കണം. എന്നിട്ട് വേദപുസ്തകത്തിലെ ഉള്ളത് വെള്ളം ചേർക്കാതെ പഠിപ്പിക്കണം. എന്നിട്ട് അവനോ സ്വർഗരാജ്യത്തിൽ
വലിയവനെന്ന് വിളിക്കപ്പെടും. ഇതാണ് നമുക്കിനിയും ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ആമേൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന സ്ഥാനം നമുക്ക് ലഭിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പം ദൈവവചനത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം, പഠിപ്പിക്കണം. ഇവർക്ക് ഈ സ്ഥാനം ലഭിക്കും. അപ്പൊ നോക്കിയേ, അവിടെ പറഞ്ഞ 6 കിരീടങ്ങളെ കൂടാതെ ആമേൻ അനേക കാര്യങ്ങളുണ്ട്. വലിയവൻ എന്ന സ്ഥാനമുണ്ട് നമുക്ക്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കുവാനായിട്ടുണ്ട്. ആമേൻ. 1 വലിയവൻ എന്ന സ്ഥാനം, 2 നമുക്ക് കിരീടങ്ങളെ കൂടാതെയുള്ള പ്രതിഫലങ്ങളിൽ മറ്റൊന്ന് ശോഭയേറിയ അവസ്ഥ. ആമേൻ. ദാനിയേൽ 12:3 നമുക്ക് വായിക്കാം. ദാനിയേൽ 12:3 കിരീടങ്ങളെ കൂടാതെ ലഭിക്കുന്ന 2ാമത്തെ പ്രതിഫലമാണ് ശോഭയേറിയ അവസ്ഥ. ഞാൻ പറഞ്ഞു വലിയവൻ എന്ന സ്ഥാനം പോകട്ടെ, അത് ലഭിച്ചില്ലെങ്കിലും ആമേൻ ശോഭയേറിയ അവസ്ഥ നമുക്ക് ലഭിക്കും. കർത്താവിനായി ഞാനും നിങ്ങളും അധ്വാനിച്ചാൽ, ഓടിയാൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വായിച്ചു ദാനിയേൽ 12:3. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ആ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. അമേനോട് പറയുക ശോഭയേറിയ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ക്രിസ്തുവിനായി ഞാനും നിങ്ങളെ എങ്ങനെ പ്രകാശിച്ചുവോ അതനുസരിച്ച് തേജസ് ദൈവസന്നിധിയിൽ വെച്ച് ഞാനും നിങ്ങളും പ്രാപിക്കും. സ്വതന്ത്രം പറഞ്ഞേ, അതെല്ലാവർക്കും ലഭിക്കുന്നത്. വലിയവരെന്ന സാധനമൊന്നും കിട്ടിയില്ലെങ്കിലും ഇവിടെ പറയുകയാണ് ലോകത്തിൽ ക്രിസ്തുവിനായി എങ്ങനെ പ്രകാശിച്ചു. അല്ലേ, നമ്മൾ എത്ര വർഷമായി നമ്മൾ ഈ വചനം കേൾക്കുന്നു. നമ്മളിവിടെ കൂടാതെ ദേവാലയത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഏവൻഗേലിയോൻ നമ്മൾ കേൾക്കുന്നുണ്ട്. അതാ പിതാക്കന്മാർ നമുക്ക് നൽകിയത്. ആ ഏവൻഗേലിയോൻ അനുസരിച്ച് ആമേൻ നമ്മൾ ജീവിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ലോകത്തിൽ ക്രിസ്തുവിനായി എങ്ങനെ പ്രകാശിച്ചുവോ അതനുസരിച്ചുള്ള തേജസ് ദൈവസന്നിധിയിൽ വെച്ച് നമ്മൾ പ്രാപിക്കും. അവിടെ പറയുകയാണ്, ചിലർ സൂര്യനെ പോലെയും ചിലർ ചന്ദ്രനെ പോലെയും വേറെ ചിലർ നക്ഷത്രങ്ങളെ പോലെയും പ്രകാശിക്കും. നക്ഷത്രത്തിന് തന്നെ ശോഭ കുറഞ്ഞ അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിയോടെ, ശോഭ കുറഞ്ഞ നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന പുനരുത്ഥാന ശരീരത്തിൽ ശോഭ കുറഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ. സ്വർഗത്തിലാകട്ടെ, കുഴപ്പമില്ല, വിഷമിക്കണ്ട. പക്ഷേ അവസ്ഥയെങ്കിൽ നമ്മൾ വേണ്ടവണ്ണം ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ ശോഭിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് ഓർക്കണം. എന്നാൽ അവിടെ അങ്ങനെയില്ല. ആമേൻ നമ്മൾ പിന്നെ എന്നും സ്വർഗത്തിൽ നമ്മൾ വസിക്കുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആമേൻ പൗലോസ് പറഞ്ഞു, ഞാൻ ഓടാമോ, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാ. സ്വർഗം ലഭിക്കുമോ എന്ന് വെച്ച് കരുതി ഞാൻ ഓടുകയാ. എന്നാൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും താൻ പറഞ്ഞു, ഒടുവിൽ ഞാൻ ബിരുദം പ്രാപിക്കും നിശ്ചയം. മരണസമയത്ത് നീതിയുടെ കിരീടം, നമ്മൾ പഠിച്ച 6 കിരീടങ്ങൾ, ഒരു കിരീടം, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. എനിക്ക് മാത്രമല്ല, ആമേൻ ക്രിസ്തുവിൽ പ്രിയം വെച്ച് ഏവർക്കും അത് ലഭിക്കുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ ക്രിസ്തുവിനായി എങ്ങനെ പ്രകാശിക്കുന്നു. നമ്മുടെ സ്നേഹിതന്മാർ പലരും ആമേൻ ഒരുപക്ഷെ മദ്യത്തിനോ അല്ലെങ്കിൽ ലോക സ്നേഹത്തിലോ ജീവിക്കുന്നവരുണ്ടാകും. അവരോട്, ഞാനൊരു യേശുവിനെ കണ്ടുമുട്ടി, ആ യേശു നിന്നെയും രൂപാന്തരപ്പെടുത്തും. ഞാൻ ഇങ്ങനെ പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മണം വഴിയായി തീരുമായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ മരിച്ചാലും ജീവിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് മോനെ, അല്ലേ സഹോദര, അല്ലേ ബ്രദറെ, ആമേൻ നീ അവസ്ഥയൊന്ന് മാറ്. നിന്നെ പിതാവൊന്ന് ആകർഷിക്കട്ടെ. പിതാവ് ആകർഷിക്കുമ്പോൾ നീ പുത്രനെ ദർശിക്കുവാൻ നിനക്ക് കഴിയും. ആ പുത്രനെ നീ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ എന്നെ പോലെ നീ ഒരു ദൈവവേദനായി തീരുമെന്ന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ശോഭയേറിയ അവസ്ഥ ലഭിക്കത്തില്ല. അപ്പൊ നോക്കി, നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞ്, ഞാൻ എപ്പോഴും പറയുന്നൊരു വേടുണ്ട്. ചിലർ പറയും, എൻ്റെ അപ്പം പോയില്ലേ, പോകണ്ട. അപ്പനോട് അപ്പൻ സ്വർഗത്തിലെ ദൈവം കണക്ക് ചോദിച്ചു കൊടുക്കും. നമ്മൾ നേരിട്ട് കണക്ക് കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, പലരും ധരിക്കുന്നത് അങ്ങനെയല്ല. സ്വർഗത്തിന്റെ നീതി നമ്മുടെ നീതിയെ കവിയുന്ന നീതിയാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിയോണേ, ആ തേജസ്സിനെ കുറിച്ച് പറയാ, ചില സൂര്യനെ പോലെ. അവസാനേ സൂര്യനെ പോലെ ആകണ്ടേ, ചെന്നാ മതിയെന്ന് അങ്ങനെ പറയരുത്. ആകണമെന്ന് പറഞ്ഞെങ്കിലേ നമ്മൾ ചെല്ലുകയുള്ളൂ. അത് ചിലർ സൂര്യനെ പോലെ, ചിലർ ചന്ദ്രനാണെങ്കിലും ശോഭ കുറവാ, ചിലർ ചന്ദ്രനെ പോലെ.
മറ്റു ചിലർ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. കണ്ടോ, നക്ഷത്രങ്ങളുടെ പ്രകാശം നോക്കിയേ, എത്രയോ കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രത്തിന്റെ പ്രകാശം നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ. എന്നാൽ പറയുക, നക്ഷത്രത്തിൽ തന്നെ ശോഭ കുറഞ്ഞ അവസ്ഥ ഉണ്ടായി. ഇതിൽ കൂടെ എന്താ വേണ്ടി? അപ്പൊ നമ്മളൊക്കെ ഇവിടെ ചെല്ലും അല്ലേ? ഉറപ്പാണോ? ഒരു അലലിയ പറഞ്ഞ് കേട്ടില്ലല്ലോ, എല്ലാവരും പറഞ്ഞു. ഈ ഓൺലൈനിലുള്ളവർക്കും വീട്ടിൽ ഇരുന്ന് പറയാം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശോഭയേറിയ അവസ്ഥ, എനിക്കും ശോഭയേറിയ അവസ്ഥ വേണമെന്ന് ആഗ്രഹിച്ചു പോവുക. പിന്നെ അവിടെ ചെല്ലുമ്പോ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ സ്വീകരിക്കുക. പിന്നെ യുവായുഗം ദൈവത്തോടുകൂടെ വാഴുക. 1 കൊരിന്തി ആ മൈക്കെടുത്ത് വായിക്കണം 15:40. 1 കൊരിന്തി 15:40. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ടും ഭേദമുണ്ടല്ലോ. കണ്ടോ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താന് കഷ്ടപ്പാടിൽ നേടിയെടുത്ത സഭയോട് പറയുകയാണ്, ഓരോരുത്തരും വ്യത്യാസമുണ്ടല്ലോ. കൊരിന്ത്യ ലേഖനത്തില് അങ്ങനെ പറയുന്നെങ്കിൽ, ദാനിയേലിന്റെ പുസ്തകത്തില് അങ്ങനെ പറയുന്നെങ്കിൽ, ശോഭയേറിയ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം. തേജസ് ഭേദമുണ്ടല്ലോ, തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ആവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. കണ്ടോ, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ് നമ്മളെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ അത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം ആവണ്ണം തന്നെ അവർ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, എന്നാൽ അവർ അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. നോക്കി, ഈ വചനം കേൾക്കുന്നത് എവിടെയാ? നമ്മുടെ പ്രാകൃത ശരീരത്തില് അല്ലേ? നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതൊരു പ്രാകൃത ശരീരമാ. ഈ പ്രാകൃത ശരീരം തന്നെ നമുക്ക് വേണം ഉയർക്കാൻ. ചിലത് വെച്ചിരിക്കുന്ന വേണ്ടെന്ന പ്രാകൃത ശരീരം തന്നെ ഉയർക്കാൻ വേണം. നമ്മൾ എങ്ങനെ അടക്കപ്പെട്ടോ ആ ശരീരം കർത്താവിന്റെ ഗംഭീര നാദത്തിങ്കല് ദൈവത്തിന്റെ സ്വന്തം ആ ശരീരം അതേപോലെ ഭൂമിയിൽ വരും. അതെവിടേക്കാ ചോർന്നു പോയിരിക്കുന്നതോ അതെല്ലാം കൂടെ ഒന്നിച്ചു കൂടും. ഞാനിപ്പം ഇപ്പോഴാണ് മരിക്കുന്നെങ്കിൽ എന്നെ ഇപ്പൊ ഈ കാണുന്നത് പോലെ തന്നെ എൻ്റെ ശരീരം വരും. എന്നിട്ട് ആ ശരീരമാണ് ഇവിടെ പറയുന്നത് എന്താ? ആത്മീക ശരീരം അത് ഉയർക്കുന്നു. പ്രാകൃത ശരീരം മാറി അത് ആത്മീക ശരീരമായി മാറുക, അതിനാ രൂപാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പാട്ടുകാരൻ ഇങ്ങനെ പാടി 1-2 ശീലം നമുക്ക് പാടാം. പ്രതിഫലം തന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും. അപ്പൊ ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു. എന്താ പുനരുത്ഥാന ശരീരത്തിന് നമുക്ക് ലഭിച്ചില്ലെങ്കിലും അവിടെ പറയുകയാണ്, ഒന്ന് നമുക്ക് ലഭിക്കുന്നത്
ദൈവത്തിന് സ്തോത്രം. ആമേൻ. ശോഭയേറിയ അവസ്ഥയാണ്. ആമേൻ. നമ്മൾ ആദ്യം കണ്ടത് വലിയവൻ എന്ന സ്ഥാനമാണ്. രണ്ടാമത് ശോഭയേറിയ അവസ്ഥയാണ്. മൂന്നാമത് ഞാൻ ഇവിടെ വായിച്ച ഭാഗത്ത് ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് സ്വർഗീയ ശരീരങ്ങളാണ്. സ്വതം നമ്മൾ ഏറ്റവും കൂടുതൽ അവസാനം നമ്മൾ പറഞ്ഞു, ആമേൻ, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, അവിടെ ഏറ്റവും ഒടുവിലായി നമ്മൾ പറഞ്ഞു, ആമേൻ, എന്താ? ആമേൻ, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. അപ്പൊ ആ ശരീരം എന്തായിത്തീരും? അത് സ്വർഗീയ ശരീരമായി തീരും. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞത് എന്താ? വലിയവനെന്ന സ്ഥാനം നമുക്കുണ്ട്. അനേക കാര്യങ്ങള് ആമേൻ ഓർപ്പിക്കാനുണ്ട്. വലിയവനെന്ന സ്ഥാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പാടണമെന്ന ഒരു ഭക്തൻ പറഞ്ഞത്, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം യേശുനാഥർ നാമത്തിനു, ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിനു, ജയം ജയം എപ്പോഴും. ശത്രുഗണ മുന്നാകവേ ശത്രുഗണ മുന്നാകവേ ചെങ്കടലിൽ ജയം ജയം ഹല്ലേലൂയ, യേശുനാഥർ നാമത്തിനും എപ്പോഴും, യേശുനാഥർ നാമത്തിനും എപ്പോഴും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേർന്ന് പാടാം, ഹല്ലേലൂയ ഹല്ലേലൂയ, ജയമേ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഈ 3 അനുഗ്രഹങ്ങള്. എന്നാൽ 4ാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹസ്രാബ്ദ ഭൂമിയിൽ ന്യായം വിധിപ്പാനുള്ള അധികാരവും നമുക്ക് നൽകപ്പെടും. ഞാൻ 3 കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്പസമയം നമ്മുടെ മുൻപിലുണ്ടല്ലോ. സഹസ്രാബ്ദ ഭൂമിയിൽ ന്യായം വിധിപ്പാനുള്ള അവകാശം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ എന്റെ പിതാവ് എനിക്ക് രാജ്യം തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും രാജ്യം നിയമിച്ചു തരും. നിങ്ങൾ എന്റെ രാജ്യത്തിൽ മേശയിലിരിക്കും, കുടിക്കുകയും സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ 12 ഗോത്രത്തെയും ന്യായം വിധിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ 7:21 നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ 7:21 വായിച്ചോ. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു. മതി പ്രിയപ്പെട്ടവരെ, ആമേൻ. നമുക്കൊരു കാര്യം ഓർക്കണം. വയോധികനായവൻ വന്നു, അത്യുന്നതനായവൻ തന്റെ വിശുദ്ധന്മാർക്ക് ആധിപത്യം നൽകുമെന്ന് പറയുകയാ. ദാനിയേൽ ആരായിരുന്നു? ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ദാനിയേല് ദൈവത്തിന് സ്തോത്രം, അവനൊരു ശ്രേഷ്ഠ പുരുഷനായിരുന്നു. അവനൊരു കാര്യത്തിലും തെറ്റിക്കാത്തവനായിരുന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോഴും ദാനിയേലിനൊരു കാര്യം അറിയാം. ആമേൻ. രാജാവിന്റെ രാജഭോജനം കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയില്ല, അവന്റെ ഫുഡ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞവനാ. അതുകൊണ്ട് ചില ഫുഡുകളൊക്കെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുവാൻ കഴിയേണ്ടത് ആവശ്യമാ പ്രിയപ്പെട്ടവരെ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് 4 എബ്രായ ബാലന്മാരെ ദൈവം, ആമേൻ, ദൈവത്തിന് സ്തോത്രം, രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധിപതിയാക്കി മാറ്റിയത്. ദൈവത്തിന് സ്തോത്രം. അവൻ ദാനിയേല്, ആമേൻ, ഏറ്റവും പ്രിയ പുരുഷനെ എന്ന ദാനിയേലിനെ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? എല്ലാവരും പറഞ്ഞ് ഇപ്പം കേൾക്കും, പിന്നെ മറന്നു. ഇനി ഒരിക്കലും മറക്കരുത്. ദാനിയേലിനെ ദൈവം വിളിച്ചെന്താ? പ്രിയ പുരുഷനെ. എന്നെ നിങ്ങൾ വിളിക്കുമോ? പ്രിയ ജോസ് അല്ലേ? ഇന്ന് വിളിക്കുമോ? പ്രിയ ജോസ് വിളിക്കുമോ? വിളിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിനായി നമ്മൾ ശോഭിക്കുമ്പോൾ നമ്മളെ വിളിക്കും പ്രിയപ്പെട്ടവരെ. അതെ, ദാനിയേലിനെ പ്രിയ പുരുഷനെ എന്ന് വിളിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ആ
അറിയാമായിരുന്നു രാജാവിന്റെ വിധി എനിക്ക് വിരോധമായിരിക്കുക. കാരണം രാജാവ് നാട്ടിയ ബിംബത്തെ മാത്രമേ നമസ്കരിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദാനിയേല് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും തന്റെ കൊട്ടാരത്തിന്റെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാതിരുന്ന ദാവീദ് തെറ്റിപ്പോയി. പക്ഷെ ദാവീദിന് ഒരു ഭാഗ്യം ലഭിച്ചു. നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ മടങ്ങി വരാൻ കഴിഞ്ഞു. നമ്മളോട് എത്ര പറഞ്ഞാലും ഒരു മടങ്ങി വരവുണ്ടോ എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നമ്മോട് തന്നെ ശോധന ചെയ്യേ. ഒരു മടങ്ങി വരവില്ലെങ്കിൽ ഒരു നിത്യമരണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു നിത്യമരണത്തിന്റെ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ദാനിയേലിന് മനസ്സിലായി, എന്നെ സിംഹക്കുഴിയിലിട്ടാലും ആമേൻ, അതേ ആദ്യ എബ്രായ ബാലന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ വിടുവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നെ രണ്ടാമത്തെ, രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്. ആ ദാനിയേലിനെ ലക്ഷ്യമാക്കി അവൻ ദാനിയേലിന് ലഭിച്ച അവകാശങ്ങള് കവർന്നെടുക്കേണ്ടതിന് ശത്രുക്കൾ അവന് വേണ്ടി മെനഞ്ഞ ഒരു സംഭവമായിരുന്നു. രാജാവിനോടല്ലാതെ നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പം തന്നെ ദാനിയേൽ പ്രാർത്ഥന തുടങ്ങി. താൻ പതിവ് പോലെ അല്ലേ നിർത്തിയോ? ഇല്ല. ഇപ്പൊ കുറെ ആളുകളിവിടെ കയറി വന്നിട്ട് അങ്ങനെ സംഭവിക്കില്ല. എന്നിട്ട് പറയുക, നിങ്ങള് യേശുവിനോട് പ്രാർത്ഥിക്കേണ്ട, ഇറങ്ങിപ്പോവാൻ പറഞ്ഞ എന്തോ എപ്പോ ഇറങ്ങിപ്പോയെന്ന് കേട്ടോ അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മ നിറമുള്ള ദൈവമനുഷ്യർ ഞങ്ങൾ ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിൽ നടന്നൊരു സംഭവം കാണാനിടയായി. മറ്റൊന്നുമല്ല, സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സുവിശേഷ വിരോധികൾ ബൈബിൾ എടുത്ത് ചവിട്ടുന്നു, അവരോട് കയറി പോകാൻ ആക്രോശിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കർത്താവിന്റെ വരവിന് മുൻപ് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. കർത്താവിന് വേണ്ടി അവർ നിന്ന്, ഞാൻ കണ്ടൊരു സഹോദരിയും ആ കൂട്ടത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ അവരൊന്നും ഒരു കാരണവശാലും അത് വചനം പറയാൻ സമ്മതിക്കാഞ്ഞത് കൊണ്ട് അവരവരുടെ വണ്ടിയിൽ കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് ഇനിയും അനേകരോട് പറയാനുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവൻ ദൈവത്തിന് സ്തോത്രം, ഒരുപക്ഷെ അവർ മരിച്ചു വീണാലും ഞാൻ വചനം പറയുമെന്ന് പറഞ്ഞവരോട് നിന്നില്ല. അത് നിൽക്കാഞ്ഞത് ഇനിയും അനേക സ്ഥലങ്ങളുണ്ട് വചനം ശ്രമിപ്പാനെന്ന് ഞാൻ കരുതുകയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടു. അത് വിശന്നു പൊരിഞ്ഞ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടത്. നോക്കിക്കോളെ, ഒത്തിരി സിംഹങ്ങളുണ്ട്. ഇവന്മാർ ആദ്യമേ തീരുമാനിച്ചു, ഏതാ സിംഹത്തിന്റെ അതിനെ ശുശ്രൂഷിക്കുന്നതിനെ ആഹാരം കൊടുക്കുന്ന ആളോട് പറഞ്ഞു, കുറെ ദിവസത്തേക്ക് ഇതിനൊന്നും കൊടുത്തേക്കരുതെന്ന് പറഞ്ഞു. ദിവസത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ, അതാ സത്യം. ആമേൻ. അവരോട് പറഞ്ഞു, അങ്ങനെ ഒന്നും കൊടുത്തേക്കരുത്. കാരണം അവർ ആഗ്രഹിച്ചത് എന്താ? ദാനിയേലിനെ സിംഹക്കുഴിയിടുമ്പോൾ ദാനിയേലിനെ നിമിഷ നേരം കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ദാനിയേൽ ലഭിച്ച എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അവർ അതിനുള്ള ക്രമീകരണം ചെയ്തു. എന്നാൽ രാജാവിന് ദാനിയേലിനെ വിടുവിക്കുവാൻ മനസ്സുണ്ടായിരുന്നു. എന്നാൽ കാരണം അദ്ദേഹം ശ്രേഷ്ഠമാനായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമാനായിരുന്നു. അതുകൊണ്ട് അവരെ വിടുവിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും രാജകൽപ്പന ധിക്കരിക്കാൻ രാജാവ് ഒരിക്കലും ഇറക്കിയ രാജകൽപ്പന ധിക്കരിക്കാൻ കഴിയില്ല. ധിക്കരിച്ചാൽ ജനം രാജാവിനെതിരായിത്തീരും. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നോട് പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ട് അവനെ എവിടെ ഇട്ടേക്കാനാ? സിംഹക്കുഴിയിലിട്ടേക്കാൻ പറഞ്ഞു. ഈ മനുഷ്യനെ സിംഹക്കുഴിയിലേക്ക് ഇടുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാന് എന്റെ ആത്മീയ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ ആ സിംഹക്കുഴിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അത് ശാപ്പാടാക്കി കഴിഞ്ഞനെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെ ശാപ്പാടായി നമ്മൾ മാറുമായിരുന്നു. എന്നാൽ ദാനിയേൽ ചെന്നപ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, വേദപുസ്തകത്തിലില്ല, എല്ലാ സിംഹങ്ങളും ഒരുപോലെ ഒന്ന് കിടന്നു കൊടുത്തു. അപ്പൊ അവിടെ ഒരു എമ്മപ്പം ഉണ്ടായെന്നാ പറയുന്നത്. ദാനിയേലിനെ അമ്മത്തേലേക്ക് കയറിയത് എന്താ കാര്യം എന്നറിയാമോ? വിശപ്പുണ്ടെങ്കിലും ദൈവം സൃഷ്ടിച്ച സിംഹത്തിന്റെ വായ ദൈവം അടച്ചു കളഞ്ഞു. സ്വതന്ത്രം പറയുന്നില്ലോ. അപ്പൊ നമ്മൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വതന്ത്രം. ഞാനിതിവിടെ പ്രസംഗിക്കേണ്ട ആളല്ല, നടുവ് ഒടിഞ്ഞ് ഈ വീട്ടിൽ കിടക്കേണ്ട മനുഷ്യനാ. പക്ഷെ ദൈവം എന്നെ കുറിച്ച് ഇന്നിവിടെ നിൽക്കണമെന്നും അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കണമെന്നും ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാ
ഞാൻ ഇന്ന് കൃപയോടെ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആമേൻ ദാനിയേലിനെ അവിടുന്ന് വിടുവിച്ചു. നിങ്ങൾ നോക്ക്, രാജാവിന്റെ സ്നേഹം കാണുന്നു. അതിരോവിലെ രാജാവ് വന്നു, ദാനിയേലേ എന്ന് വിളിച്ചപ്പോ ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് ഒരു കേടും വരാത്തവനായിട്ട് ഇറങ്ങി വന്നപ്പം പറയുക, ഇനിയും നിങ്ങൾ സേവിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? ദാനിയേലിന്റെ ദൈവത്തെയാ. സ്തോത്രം. ഇത് പറയുമ്പോ ഞാൻ അറിയാതെ സ്തോത്രം ചെയ്യുക. എന്നാന്നറിയാമോ? ഇതുവരെ ആമേൻ ബിംബത്തെ നമസ്കരിക്കണമായിരുന്നു, രാജാവിനോട് പ്രാർത്ഥിക്കണമായിരുന്നു. എന്നാൽ ഇനി മുതൽ ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് ആ ദൈവത്തോടല്ലാതെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവർ മരണശിക്ഷ അനുഭവിക്കണമെന്ന് രാജാവ് വിധി കൽപ്പിച്ചു. ഇതാണ് കണ്ടോ. അപ്പൊ ദൈവം ദാനിയേലിനെ വിടുവിച്ചതിന് ലക്ഷ്യമുണ്ടായിരുന്നു, ആ ജനത്തെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സമയം വേഗത്തിൽ പോകുന്നല്ലോ. 1 കോരിന്തി 6-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ആമേൻ ഇവിടെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വേദപിതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ വചനമാണ് ഇവിടെ പറയുന്നത്. ആമേൻ ദൈവത്തിന് സ്തോത്രം. ആ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നീ അറിയുന്നില്ലയോ? അങ്ങനല്ലേ? എടുത്തോ, കണ്ടോ? വിശുദ്ധന്മാർ മയക്കി പറ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? അങ്ങനെ പറഞ്ഞാൽ ഒരു ഗുണമെന്ന് രണ്ടാമത് എനിക്ക് അത്ര പറയേണ്ട ആവശ്യമില്ല. അവൻ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം, നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നമ്മൾ ദൂതന്മാരെ പോലും, അതായത് പാപം ചെയ്ത ദൂതന്മാരെ പോലും വിധിച്ച് ആമേൻ ന്യായവിധിയിലേക്ക് തള്ളുവാൻ ആമേൻ ദൈവത്തിന്റെ ജനത്തിന് കഴിയുമെന്ന് ഇവിടെ പറയുകയാണ്. ആമേൻ. അതുകൊണ്ട് നോക്കിയേ, ഈ ഭൂമിയിൽ ആമേൻ തിന്മകൾ കാണുമ്പോൾ ആമേൻ അല്ലെങ്കിൽ നമ്മൾ വിധിക്കാനൊന്നും പോകണ്ട. വിധിക്കുന്ന ഒരുവനുണ്ട്, എന്നാൽ അവനോട് സ്നേഹബുദ്ധിയ ഉപദേശിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. സ്വതന്ത്രം പറയുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ആമേൻ ഒരിക്കൽ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുകയാണ്, വിശുദ്ധന്മാരെ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ, ലോകത്തിൽ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരോ? നമുക്കും അവരെ തർജ്ജനം ചെയ്യുവാൻ അവകാശമുണ്ടെന്നാണ് ഇവിടെ പറയുന്ന പൗലോസ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കാരണം എന്നാ, ഒരു കാലത്ത് നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ന്യായവിധി, അവസാന ന്യായവിധിയിൽ ദൂതന്മാരെ വിധിക്കാനുള്ള അവകാശം പോലും ദൈവമക്കൾക്ക് ലഭിക്കുമെന്ന് പറയുക. ആമേൻ. അതുകൊണ്ട് ആമേൻ എന്നാ കാര്യം എന്നറിയാം, അവിടെ പറയുന്നുണ്ട്, തിന്മപ്രവൃത്തി ജയിച്ച ദൂതന്മാരെ വിധിക്കും എന്ന് പറഞ്ഞാൽ എന്നെ പാപത്തിലേക്ക് വലിച്ചിഴച്ച ദൂതന്മാരെ വിധിക്കും. അതാ. അപ്പൊ ഓരോ വ്യക്തിയെയും പാപത്തിലേക്ക് വലിച്ചിഴച്ച ദൂതന്മാരുണ്ട്, അവരെ വിധിക്കാനുള്ള അവകാശമാണ് നമുക്ക് തരുന്നത്. പക്ഷേ നമ്മൾ മടങ്ങി വന്നിരിക്കണം, നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 കോരിന്തി 1:1 വരുമ്പോൾ പറയുകയാണ്, അതോടെ വായിച്ച ആയത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കും. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്ഥനേസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അതാ ഏറ്റവും വലുത്. ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് സുവിശേഷം പറയുന്നവർക്ക് ഒരു സന്തോഷമുണ്ട്. അവനെ പിന്നെ മറക്കില്ല. അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും, അവന് വേണ്ടി സ്തോത്രം ചെയ്യും. അവൻ മടങ്ങി വരുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അവിടെ പോകട്ടെ, ഞാൻ അതിനെക്കുറിച്ച് അതിനുള്ള ഭാഗത്തെ ഒരു കാര്യം കൂടെ പറയാം. അവരിൽ ഒരുത്തൻ തന്റെ സഹോദരനെ അബദ്ധന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് കൊണ്ടുപോകുന്നത് നല്ലതല്ല. അവിടെ പറയുന്നുണ്ട്, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, വിശുദ്ധന്മാരായിട്ടുള്ളവർ ഒരുത്തൻ തൻ്റെ സഹോദരനെ അഭക്തന്മാരുടെ
മുൻപിൽ വ്യവഹാരത്തിന് കൊണ്ടുപോകരുത്. നിന്റെ സഹോദരൻ ഒരു കുറവുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക? അഭക്തന്മാരായ ആളുടെ അടുക്കല് അവനെ കൊണ്ടുപോകരുത്. പിന്നെ ആരുടെ അടുക്കലാണ് കൊണ്ടുപോകേണ്ടത്? അവനെ വിശുദ്ധന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവമക്കളുടെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ അവനോട് സുവിശേഷം പറഞ്ഞ് അവനെ മടക്കി കൊണ്ടുവരുമെന്ന് പറയുകയാണ്. കാരണം നീതിയുടെ വിശേഷ ഗുണങ്ങളില്ലാത്തവരുടെ മുമ്പിൽ കൊണ്ടുപോയാൽ അവരിൽ ക്രിസ്ത്യാനി ന്യായം പ്രതീക്ഷിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? അവിടെ പറയുക നീതിയുടെ വിശേഷ ഗുണങ്ങളില്ലാത്തവരാ. അവർ ലോകത്തിൻ്റെതായ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ. അതുകൊണ്ട് നീതിയുടെ വിശേഷ ഗുണങ്ങൾ ഇല്ലാത്തവരുടെ മുമ്പിൽ കൊണ്ടുപോയാൽ അവരിൽ ക്രിസ്ത്യാനി ന്യായം പ്രതീക്ഷിക്കരുത്. നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ സുവിശേഷം പറഞ്ഞു എന്ന കാരണത്താൽ ആളുകളെ മനസ്സാന്തരപ്പെടുത്തിയെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യും. അവരെന്തോ തെറ്റ് ചെയ്ത്? സുവിശേഷം പറഞ്ഞു. ഒരാൾ ഭാവസ്വാർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് മാനസാന്തരപ്പെടുത്താൻ പറ്റുമോ? ദൈവം പ്രവർത്തിച്ചല്ലേ മാനസാന്തരപ്പെടുകയുള്ളൂ. പക്ഷെ അങ്ങനെ മാനസാന്തരപ്പെട്ടു സ്വന്തം ആ ആഗ്രഹപ്രകാരം മാനസാന്തരപ്പെട്ടു. അവരെ അങ്ങനെ മാനസാന്തരപ്പെടുത്തിയവരെ ജയിൽ തുറങ്കിൽ അടയ്ക്കുക. അങ്ങനെ ഒരു കാലമായി കാലം. ദൈവത്തിന് സ്തോത്രം. കാരണം അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. എന്താണെന്നറിയാമോ? കർത്താവിന്റെ വരവേറ്റപ്പെടുത്തി സ്വതന്ത്രം പറഞ്ഞേ പോകത്തില്ലയോ? ഇല്ല സ്വതന്ത്രം പറയാം. നല്ലേ പറ. അപ്പൊ നോക്കിക്കോണേ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുകയാണ്, ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ഈ ഭൂമിയിലുള്ളവരല്ല. ഭൂമിയിൽ പാർക്കുന്നുവെങ്കിലും നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാണ്. അതാ നമ്മൾ കണ്ട് സ്വർഗീയമായ ശരീരം നമുക്ക് ദൈവം നൽകാൻ പോകുകയാണ്. ഈ അമർത്യമായ ക്ഷീണമുള്ള ബലഹീനമായ ഈ ശരീരം മാറി സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കുവാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, ഈ അവരുടെ മുൻപിൽ ക്രിസ്ത്യാനിക്ക് ന്യായം പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ ലോകത്തെ വിധിക്കേണ്ടവരാണ്. അതിനാൽ നമ്മുടെ ഇടയിലുള്ള നിസ്സാര കാര്യങ്ങളെ വിധിപ്പാൻ നമ്മൾ പ്രാപ്തരല്ല എന്ന് ചോദിക്കുന്നു. എങ്കിൽ പോലും അവിടെ നമ്മൾ മുമ്പിൽ വായിച്ചതുപോലെ ദൂതന്മാരെ വിധിക്കാൻ നമുക്ക് യൂദായുടെ ലേഖനം 6-ാം അധ്യായം അവിടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെ ഒരു 2 പത്രോസ് 2:4, 8, 9 യൂദായുടെ ലേഖനം 6 കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കണ്ടോ? തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലക്കിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓ ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവജനം എടുക്കപ്പെട്ട ശേഷം അവരെ 7 വർഷക്കാലം അന്ധകാരത്തിൽ അവരെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മുൻകൂറായി ഇവിടെ പറയുകയാണ്. എന്താ? അവർക്കൊരു വാഴ്ചയുണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അവരെ പൊന്നുകൊണ്ടാണ് ദൈവം അവരുടെ തടം നിർമ്മിച്ചത്. അവര് കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ അവരുടെ 2 കൈകളുടെ അടിയിൽ ഓർഗൻ ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ അഹങ്കാരം പൊട്ടിട്ടപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ആ നന്മകളെ അവർ മനസ്സിലാക്കാതെ അവരെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെട്ടിയിട്ടു. സ്വതന്ത്രം അവരെ വിധിക്കുന്നത് നമ്മളെ പാപം ചെയ്യുന്ന പിശാചിനെ വിധിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും 91 ഒക്ടോബർ 11 മുമ്പ് വരെയും എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച സകല ദൂതന്മാരെയും വിധിക്കാൻ, എന്നെ പാപം ചെയ്യിപ്പിച്ച ദൂതനെ വിധിക്കാൻ എനിക്ക് അവകാശം തരും. ഞാൻ സ്വർഗത്തിൽ ചെന്ന ഒരു സ്വതന്ത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. അല്പകാലത്തെ അല്പനിമിഷത്തെ സുഖത്തിന് വേണ്ടി, അല്പനിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി ഈ ലോകം ചപ്പും ചവറുമെന്ന് എണ്ണുവാൻ പൗലോസിനെ പോലെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ എത്തപ്പെടും? പ്രിയപ്പെട്ടവരെ, ഈ അല്പകാലം അല്പനിമിഷം മാത്രം ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഈ ഭൂമിയും അങ്ങനെ തന്നെയാ. നമുക്ക് നല്ലൊരു ഭവനം തന്നിരിക്കുക, ബെൻസ് കാർ തന്നിരിക്കുക. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ ഭൂമിയോടുകൂടെ നീ അവസാനിക്കാനുള്ളവരല്ല. നിന്റെ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ 2 പത്രോസ് 2:4 തൊട്ടൊന്ന് വായിച്ചാണ്. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ
ദൈവം ആദരിച്ചില്ല, അവർക്കൊരു ചാൻസ് കൊടുത്തില്ല. എന്നാൽ പാപം ചെയ്ത നമുക്ക് ദൈവം ചാൻസ് തന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ആദാം നിമിത്തം നമ്മളും പാപം ചെയ്തവരാ, എന്നാൽ നമുക്കൊരു ചാൻസ് ദൈവം തന്നു. സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു തന്നു. കാൽവരിയിൽ അവന്റെ ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു, നമ്മളെ വീണ്ടെടുത്തു. ദൂതന്മാർക്ക് അത് ലഭിച്ചില്ല. അവരനേക വർഷങ്ങൾ ദൈവത്തെ, കോടാനുകോടി വർഷങ്ങൾ ദൈവത്തെ ആരാധിച്ചിരുന്നവരാ. അതുകൊണ്ടാണ് ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. അത് എത്ര കാലം കിടന്നെന്നറിയത്തില്ല. ദൈവത്തെ ദൂതന്മാര് അവൻ ആരാധിച്ചു കൊണ്ടിരുന്നവരാ, അവർക്കൊരു ചാൻസ് കൊടുത്തില്ല. എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. മൃഗങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ആത്മാവോടുണ്ട്. സ്വതന്ത്രം സ്വതന്ത്രം ഹല്ലേലൂയ. ആത്മാവ് എന്തിനാ? അവൻ പാപങ്ങൾ ഇന്നതെന്ന് വിവേചിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ആത്മാവുണ്ട്. ആദാമിനെ പോലെ നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ സ്വീകരിക്കേണ്ട. ദൈവത്തിനും സ്വതന്ത്രം. പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ അവരെ ചെങ്ങലയിട്ട് ന്യായവിധിക്കായി സൂക്ഷിക്കും. ദൈവത്തിനും സ്വതന്ത്രം. ന്യായവിധി ക്രിസ്തുവായിരിക്കും നടത്തുന്നത്. നമ്മളെ നിർമ്മലീകരിക്കുന്ന ദൈവം ദൂതന്മാര് അവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ? സമയം വേഗത്തിൽ പോകുകയാണെന്ന് ഞാൻ മുൻപോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എങ്ങനെയാണ്, എന്ത് ഭാഗ്യവാന്മാരോ. ദൂതന്മാരെ ആദരിക്കാതിരുന്നപ്പോൾ വലിയ സമ്പന്നന്മാരായിട്ടുള്ളവർ, വിദ്യാസമ്പന്നരായിട്ടുള്ളവർ, ആമേൻ എന്താ അവരെ കുറിച്ച് പറയേണ്ടത്? ഉന്നത കുലജാതന്മാര് അവർക്കൊക്കെ ലഭിക്കാതിരിക്കുമ്പോൾ ഏഴകളും പുഴുക്കളുമായ നമ്മളെ കാണുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ ദൈവം എത്രമാത്രം ആഗ്രഹിച്ചു. അതാ നമുക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടി വരുവാൻ ദൈവം ഭാഗ്യം തന്നത്. പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണെങ്കിലും ഇതിനുള്ളിൽ നമ്മൾ വന്നത് ദൈവം നമ്മളെ നേടിയത് കൊണ്ടാ, നമ്മളെ വിളിച്ചത് കൊണ്ടാ, അവൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാ. അതുകൊണ്ട് ആ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ മാറിപ്പോകാൻ കഴിയും? സ്വതന്ത്രം. പിന്മാറില്ല. ഞാൻ പണ്ട് ഭക്തൻ പാടിയതുപോലെ പിന്മാറില്ല. യേശുവിന്റെ മുഖത്ത് നിന്നെന്റെ കണ്ണുകൾ ഞാൻ മാറ്റുകയില്ല എന്ന് ഒരു ഭക്തൻ പാടിയതുപോലെ, കാരണം എനിക്ക് ലഭിക്കുവാൻ പോകുന്നതിനെ ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ മാറാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടിന്റെ ഈരടികൾ പാടിക്കൊണ്ട് നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കുക. വിശുദ്ധിയെ തികച്ചുതാം. എല്ലാവരും കാര്യങ്ങൾ ചെന്നെഴുന്നേറ്റത്. വിശുദ്ധിയെ തികച്ചുതാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരും അതിൽ വിശുദ്ധിയെ തികച്ചുതാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ. വാഗ്ദത്തങ്ങൾ പലതും ഒരുങ്ങീട, തന്റെ വാഗ്ദത്തങ്ങൾ പലതും ഒരുങ്ങീട. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നു. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നു. ദൈവശക്തി ലോകമോഹങ്ങൾക്കതിരെ ഒരു നീട. വിശുദ്ധിയെ തികച്ചുള്ള താമസമേ അവൻ വിശുദ്ധിയെ തികച്ചുള്ള കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടോ താഴ്വരെ. എന്നയോ കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിലെ ഒരുങ്ങീട. ഒരു സ്വസ്ഥതയുമില്ല മാലിന്യപ്പെട്ടിടതോടിടുക മണവാളന്മാരാ. ഓ മാലിന്യപ്പെട്ടിടതോടിടുക മണവാളന്മാർ. മണിയരെ ആശ്വസിക്കാൻ വിശുദ്ധിയെ അവൻ വിശുദ്ധിയെ തികച്ചു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്വോത്രം 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 സ്വോത്രം. നമ്മൾ ഏറ്റവും കൂടിയ പാടിയ പാട്ടില് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കേണ്ടവരാ. നമ്മൾ മാലിന്യപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നില്ല. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ ബോധ്യം തരും. ആമേൻ. അതുകൊണ്ട് ബുദ്ധിമാന്മാർ വീഴുമ്പോൾ ഏഴകളും വിദ്യാഭ്യാസമില്ലാത്തവരുമായ നമ്മളെ ദൈവം കണ്ടതോർത്ത് സ്തോത്രം ചെയ്യാം. ആയതിനായി ദൈവത്തിന് നന്ദി പറയാ. ഞാനിവിടെ ആമേൻ 3 കാര്യങ്ങൾ ഓർപ്പിച്ചു. ആ 4ാമതൊരു കാര്യം കൂടെ ഓർപ്പിച്ച് അവസാനിപ്പിച്ചു. 1 ശോഭയേറിയ അവസ്ഥ, 2 ഇവിടെ പറയുക വലിയവനെന്ന സ്ഥാനം, 3 ദൈവത്തിന് സ്തോത്രം. ആമേൻ. ജയാളികൾക്ക് സിംഹാസനം കൊടുക്കും. ആമേൻ. സഹസ്രാബ്ദ വാഴ്ചയിൽ ന്യായം വിധിപ്പാനുള്ള 4 അധികാരം കൊടുക്കും. നമുക്ക് കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സുഖപിതാവേ, ഈ വ്യാഴാഴ്ചയിൽ 31 വർഷത്തിന്റെ 6 മാസം കഴിഞ്ഞുള്ള ഈ വ്യാഴാഴ്ചയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കൂടി വരുവാൻ ഈ ദേശത്ത് നിന്റെ ജനത്തെ നിശേഷിപ്പിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാർ പലരും വാങ്ങിപ്പോയി, അവർ നിത്യതയിലായിരിക്കുന്നു. അവരോട് ചേരുവാൻ തക്കവണ്ണം ഈ വചനം വീണ്ടും ശ്രമിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. ഞങ്ങളിവിടെ കേട്ടതുപോലെ ശോഭയേറിയ അവസ്ഥ ആമേൻ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. വലിയവനെന്ന സ്ഥാനം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായല്ലോ, കേൾക്കുവാനിടയായല്ലോ. ജയാളികൾക്ക് ദൈവം പരീക്ഷ സഹിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് ആമേൻ സിംഹാസനം കൊടുക്കുമെന്ന് കേൾക്കുവാനിടയായല്ലോ. 4ാമതായി സഹസ്രാബ്ദ ഭൂമിയിൽ ന്യായം വിധിപ്പാനുള്ള അധികാരം ഞങ്ങൾക്ക് നൽകുമെന്ന് കേൾക്കുവാനിടയായല്ലോ. കർത്താവേ, ഞങ്ങൾ ഏഴകളും കുഴുക്കളുമായ ആ കൃമികളായിരുന്നവരാ നീ ഞങ്ങളെ വീണ്ടെടുത്തു. ആ പുത്രനിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തു. ആമേൻ. അമ്പ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്ക് നൽകി. ആയതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുക. ദൈവമേ, ഈ അധികാരം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തുവാൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, എപ്പോഴും മക്കളെന്ന നിലയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് അവകാശം തന്നിരിക്കുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് നിന്റെ വരവിനായി ഒരുങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആയതിനായി ഞങ്ങളെ ഒരുക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ഓൺലൈനോട് ശ്രമിക്കുന്ന എല്ലാവരെയും ആയതിനായി ഒരുക്കിക്കാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.